ഞാൻ തരികിട പരിപാടികളെല്ലാം മതിയാക്കി, നന്നായി എന്നൊക്കെ പറഞ്ഞാലും പഠിച്ചത് മറക്കാൻ അല്പം സമയമെടുക്കും. പറഞ്ഞു വരുന്നത് ബിനീഷ് കൊടിയേരിയുടെ കാര്യമാണ്. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ബിനീഷ് കൊടിയേരിയിലേക്കും അന്വേഷണം നീളുകയാണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവിനെ ഇത്രത്തോളം സങ്കടപ്പെടുത്തിയ മറ്റൊരാൾ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. ജീവിതത്തിൻ്റെ അവസാന കാലത്ത് തുണയാകേണ്ടുന്ന ഒരു മകൻ ഏറ്റവും വൃത്തികെട്ട കേസിൽ അകത്ത് കിടന്നപ്പോൾ എത്ര കഠിനഹൃദയനായ ഒരു അച്ഛനും കരഞ്ഞു പോകും. അത്രയ്ക്കും ഉപദ്രവം ചെയ്തിട്ടും തിരിച്ചു വന്നപ്പോൾ എല്ലാവരും നല്ല സ്നേഹം നൽകി ബിനീഷ് കൊടിയേരിക്ക്. അത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. ഞാൻ എല്ലാം മതിയാക്കിയെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു തിരിച്ചുവരവ്. ഇപ്പോഴിതാ പിണറായിക്കും മകൾക്കും വേണ്ടി കാവൽ നിൽക്കുന്നതിനിടയിൽ EDയെ ആക്രമിച്ച കേസിലാണ് ബിനീഷ് കൊടിയേരിയുടെ ഫോൺ വിളികളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തെളിവുകളുള്ള ഒരക്രമ ദിവസത്തെ വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത്. പ്രതികളായ 25 പേരിൽ പലരുമായി ബിനീഷ് കൊടിയേരി ആശയവിനിമയം നടത്തിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കുന്നത്. പിണറായിയുടെ മകൾ ഭരണസ്വാധീനം ഉപയോഗിച്ച് തൻ്റെ പിതാവിൻ്റെ തണലിൽ കോടികൾ തട്ടിയെടുത്തു എന്നുള്ളത് വളരെ വ്യക്തമായ തെളിവുകൾ ഒന്നൊഴിയാതെ ശേഖരിച്ച് അതിൻ്റെ പിൻബലത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവിടെ അന്വേഷിക്കാനെത്തിയത്. അവിടെ എത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച എല്ലാവരും 60 ദിവസത്തിലേറെ ജയിലിൽ കിടന്നു. ഇനി അതിൽ പദ്ധതിയിട്ട പലരും കുടുങ്ങാൻ പോകുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോഴും പിണറായിയും മകളും കേമന്മാരായി തന്നെ നടക്കുകയാണ്. തൻ്റെ പിതാവിൻ്റെ മരണത്തിൽ പോലും ഒരു നീതി കാണിക്കാതെ വിദേശത്തേക്ക് പറന്ന അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരാപത്ത് വരുമ്പോൾ ഏതായാലും ബിനീഷ് കൊടിയേരി ഓടിയെത്തി. ED ഉദ്യോഗസ്ഥർ പിണറായി വിജയൻ്റെ വീട്ടിലെത്തിയ സമയം തന്നെ ബിനീഷ് കൊടിയേരി സംഭവസ്ഥലത്ത് എത്തുകയും അതിശക്തമായി അവർക്കെതിരെ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അക്രമത്തിൽ നേരിട്ട് ബിനീഷ് പങ്കെടുത്തിട്ടില്ല. പക്ഷേ അക്രമത്തിൽ പങ്കെടുക്കാത്ത ചില പ്രമുഖരാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരം. ബിനീഷ് കൊടിയേരിക്ക് മാത്രമല്ല, ഗൂഢാലോചനയിൽ മറ്റു ചില ഉന്നത നേതാക്കൾക്കും പങ്കുണ്ടെന്നാണ് സംശയിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് MP, AA റഹീം MP എന്നുള്ളവരെയും സംശയിക്കുന്നുണ്ട്. അതിനാലാണ് സംഭവസ്ഥലത്തുണ്ടായിരുന്ന പ്രമുഖരുടെ ഫോൺ വിവരങ്ങൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. അതിലേക്ക് ബിനീഷ് കൊടിയേരിയും കടന്നു വന്നു എന്നുള്ളതാണ് രഹസ്യ ബിസിനസ് വീണ്ടും ബിനീഷ് ആരംഭിച്ചുവോ എന്നുള്ളൊരു സംശയവും ജനിപ്പിക്കുന്നത്. ഏതായാലും കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ എന്നുള്ള നിലയിൽ സഖാക്കളോടല്ല, മറ്റു ചിലരോട് സന്തോഷപൂർവ്വം പറയാം, ബിനീഷ് കൊടിയേരി വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞു.